ബ്രെഡ് വെച്ചിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് 2 മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ചിക്കൻ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് എണ്ണയിൽ പൊരിച്ചെടുക്കുന്നുണ്ട്. പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ട തൊലിയൊക്കെ കളഞ്ഞ് അതിനുള്ളിലുള്ള മഞ്ഞ ഭാഗം മാറ്റിയിട്ട് വെള്ള ഭാഗം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വെളുത്തുള്ളി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും വിനാഗിരി ഇല്ലാത്തത് കൊണ്ട് തന്നെ ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടിച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലൂടെ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇതാ നല്ല അടിപൊളിയായിട്ട് മയോണൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഫില്ലിങ്സിന് ആവശ്യമായിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്യാം. കക്കരിക്ക, കാബേജ്, ക്യാരറ്റ്, മല്ലിയില ഇതെല്ലാം കൂടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് കട്ട് ചെയ്തിട്ടുള്ള ക്യാരറ്റ്, മല്ലിയില, കക്കരിക്ക, കാബേജ് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മയോണൈസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നേരത്തെ പൊരിച്ചെടുത്തിട്ടുള്ള ചിക്കൻ അതിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബ്രെഡ് എടുത്തിട്ട് ഒരു ചട്ടിയിൽ വെച്ചിട്ട് 2 ഭാഗവും ഇങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനുള്ളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഒരു ബ്രെഡും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഈസി സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കൂടുതൽ എണ്ണയൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.